പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറയുന്നത് പോലെയാണ് കെ മുരളീധരന്റെയും കോൺഗ്രസിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ വലിയ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലം തന്നെയാണ് തൃശൂർ. മോദിയും അമിത്ഷായും ഒന്നിച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി നേരിട്ട് രംഗത്തിറങ്ങിയാണ് തൃശൂരിൽ പ്രവർത്തിച്ചത്. തൃശൂർ നെഞ്ചിലേക്ക് എടുത്തു വെക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അത് ഉറപ്പിക്കുന്ന തരത്തിലെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. പരാജയ ഭീതിയിലാണ് ഇന്ന് കെ മുരളീധരൻ. അതിന് കാരണവുമുണ്ട്. ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇപ്പോൾ തന്റെ പാർട്ടി തന്നെ ചതിച്ചു എന്ന് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കെ മുരളീധരൻ. സഹോദരി പത്മജ വേണുഗോപാൽ BJPയിൽ അംഗത്വമെടുത്തതോടെ അവരെ നേരിടാൻ വെല്ലുവിളി എന്ന നിലയിലാണ് കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് ട്രെയിൻ കയറിയത്. ഇതോടെ ഇതുവരെ തൃശൂരിൽ പണിയെടുത്ത പ്രതാപന് അത് തിരിച്ചടിയാകുകയും ചെയ്തു. എങ്കിലും പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കം വേണ്ടെന്ന് കരുതി അത് മറച്ചു വെച്ചുകൊണ്ട് കെ മുരളീധരന് വലിയ സ്വീകരണമാണ് പ്രതാപൻ തൃശൂരിൽ ഒരുക്കി നൽകിയത്. ക്യാമറകൾക്ക് മുന്നിൽ മുരളീധരനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടാണ് പ്രതാപൻ സ്വീകരിച്ചത്. മുരളീധരനെ വിജയിപ്പിക്കുന്നതുവരെ ഒപ്പമുണ്ടാകും എന്നായിരുന്നു പ്രതാപൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന തരത്തിൽ പല വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പരാജയ ഭീതിയെ തുടർന്ന് ക്രോസ് വോട്ടിംഗ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ KPCC യോഗത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും തുറന്നടിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥത ഉണ്ടായി എന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു. മുൻ MP TN പ്രതാപനെയും DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചുകൊണ്ടായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായത് ഇതുകാരണമാണെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് മുരളീധരൻ ആഞ്ഞടിച്ചത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പല കെടുകാര്യസ്ഥതയും ഉണ്ടായി. പ്രതാപന്റെയും ജോസ് വെള്ളൂരിന്റെയും ഭാഗത്ത് നിന്ന് വീഴ്ചകൾ സംഭവിച്ചു. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാരിച്ച ചെലവുകൾ ഉണ്ടായി എന്നും മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളും കണക്കുകളും അതത് മണ്ഡലങ്ങളിലെ DCC പ്രസിഡന്റുമാർ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ നടന്നത്. ഇതിനിടയിലായിരുന്നു കെ മുരളീധരന്റെ രൂക്ഷ വിമർശനം. തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP പ്രതാപനെ തന്നെയായിരുന്നു കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചിരുന്നത്. എങ്കിലും പത്മജ പാർട്ടി വിട്ടതോടെ തീരുമാനം മാറുകയായിരുന്നു. തുടർന്ന് പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുകയും തൽസ്ഥാനത്തേക്ക് കെ മുരളീധരൻ എത്തുകയും ചെയ്തു. ഇതിൽ പരാതിയില്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രതാപൻ സജീവമായിരുന്നു. എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു എന്നാണ് മുരളീധരന്റെ ഇപ്പോഴത്തെ വിമർശനം ചൂണ്ടിക്കാട്ടുന്നത്. തൃശൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക കെടുകാര്യസ്ഥതയെക്കുറിച്ച് നേരത്തെ പത്മജ വേണുഗോപാലും വെളിപ്പെടുത്തിയിരുന്നു. കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ വിനയാകുമെന്നും സഹോദരി കൂടിയായ പത്മജ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം മുരളീധരൻ ഉയർത്തിയ വിമർശനം പത്മജയുടെ ആരോപണങ്ങൾ കൂടി ശരിവെക്കുന്നതാണ്. കെ മുരളീധരന്റെ വിമർശനത്തിന് പിന്നാലെ സഹോദരി പത്മജ വേണുഗോപാലും പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കൂടെ നടന്ന് ചതിക്കുന്നവരാണെന്നാണ് പത്മജ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. TN പ്രതാപൻ, MP വിൻസെന്റ് എന്നിവരുടെ പേര് പറഞ്ഞായിരുന്നു വിമർശനം. താൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു? കൂടെ നടന്ന് ചതിക്കുന്നവരാണ് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളായ TN പ്രതാപൻ, MP വിൻസെന്റ് തുടങ്ങിയവർ. കാരണം ഇവർ സയാമീസ് ഇരട്ടകളാണ്. ഇത്തരം ചതിയന്മാർക്കെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്താലോ ആ പരാതി എന്തെന്ന് പോലും വായിക്കാതെ ചവറ്റുകുട്ടയിൽ എറിയും. രമേശ് ചെന്നിത്തലയുടെ നോമിനിയായി ഡൽഹിയിൽ പോയ രമേശ് ചെന്നിത്തലയെ ചതിച്ച് കേരള മുഖ്യമന്ത്രിയാകാൻ കരുക്കൾ നീക്കുന്ന കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് ഗ്രൂപ്പ് നേതാവിന്റെ എന്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും എന്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതുമായ ആളെന്ന് എടുത്തു പറയുന്നുണ്ട്. പിൻബലത്തിൽ ഇത്തരം ചതിയന്മാർക്ക് കൂടുതൽ സ്ഥാനങ്ങളും പാർട്ടിയിൽ ലഭിക്കും. അതാണ് കോൺഗ്രസ് എന്നും പത്മജ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചു. അതേസമയം താൻ പറഞ്ഞതായി പുറത്തു വരുന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് വാർത്ത പുറത്തു വന്നതോടെ മുരളീധരൻ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. തൃശൂരിൽ UDF 50,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നും മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ പറയാത്ത കാര്യങ്ങളാണ് വാർത്തയായി വന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട്.